ഗൈസ്, ഞാൻ ഇപ്പോൾ ഒരു ഓൺ വോയിസ് വീഡിയോ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ 2-3 പേരുടെ സ്റ്റോറിയും കുറേ പേര് എനിക്ക് സ്റ്റോറീസും വീഡിയോസൊക്കെ അയച്ചു തരുന്ന ഒരു സംഭവത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ഗോവിന്ദപുരത്ത് ദീപക് എന്ന് പറഞ്ഞൊരു ബ്രോ സൂയിസൈഡ് ചെയ്തു. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിക്കെതിരെയുള്ള അയാളുടെ ലൈംഗിക അതിക്രമമാണെന്ന് പറയുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ റീച്ച് ചെയ്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോസിൽ കണ്ടാൽ തന്നെ അറിയാം ആ പെൺകുട്ടി എന്തർത്ഥത്തിലാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിക്രമം നടന്നിട്ടാണോ പെൺകുട്ടി അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം. ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വീഡിയോസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാനും. ഇപ്പം എനിക്ക് മനസ്സിലാവും, കുറേ വീഡിയോസ് കാണുമ്പം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും. ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്കെതിരെ സംഭവിച്ച ഒരു മോശമായ അവസ്ഥയെ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുന്നു. ഈ മോശമായ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സമാധാനം കിട്ടുമോ? അത് അപ്പം തന്നെ റിയാക്ട് ചെയ്യല്ലേ വേണ്ടത്. അവിടെ ആ പെൺകുട്ടി റിയാക്ട് ചെയ്തതാണോ? സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ ആവോ? ഒക്കെ പോട്ടെ എന്നൊക്കെ. അയാള് എന്നെ പാടില്ലാത്ത ഭാഗങ്ങളിൽ ടച്ച് ചെയ്തു എന്നാണ് അയാൾക്കെതിരെ അയാൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ തൊടുന്ന ആ സമയത്ത് ആ വീഡിയോയിൽ വൃത്തിക്കുണ്ട്, ഒരു റിയാക്ഷനും ഇല്ലാണ്ട് ചിരിച്ചോണ്ടാണ് ആ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മേത്ത് മേ ബി എൻ്റെ കയ്യിൽ തന്നെ, എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ കയ്യിൽ തന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര ദേഷ്യം പിടിക്കുന്നുള്ളൂ എനിക്കറിയില്ല. ആ സമയത്ത് എൻ്റെ റിയാക്ഷൻ ചിലപ്പം കൈ പൊന്തിയിട്ട് ഇങ്ങനെ തല്ലാൻ പോകുന്നാലാവും, എങ്ങനെ വേണേലും ആവും. അതൊക്കെ ഓരോ മനുഷ്യന്മാരുടെ ഓരോ റിയാക്ഷൻ്റെ സ്റ്റൈലാണെന്നൊക്കെ. ആ പെൺകുട്ടിയിലെ ആ പ്രൈവറ്റ് പാർട്ട് തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. അതിന്റെ ബസ്സിൽ തിരക്കുള്ള ബസ് കയറുന്ന സമയത്ത് ടച്ച് ചെയ്തു എന്നുള്ള തെറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഒന്നില്ലെങ്കിൽ അങ്ങനത്തെ രീതികളിലുള്ള ഒരുപാട് ബോയ്സിന്റെ ആ ഒരു ഏരിയ റഷുള്ള ബാക്ക് സൈഡിൽ പോയി നിൽക്കാതിരിക്കുക പെൺകുട്ടികൾ, ഇല്ലെങ്കിൽ സീറ്റിൽ ഇരിക്കാനുള്ള മാന്യതയിൽ നിൽക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ റഷുള്ള ബസ്സിൽ ഇത്ര ബുദ്ധിമുട്ടുള്ളവർ കയറരുത്. ഇതിപ്പോ കയറും ചെയ്തിട്ട് അത് നമ്മൾ അല്ലാണ്ട് ഈ ഉപദ്രവിക്കുന്ന മീനിങ്ങിൽ ടച്ച് ചെയ്യുന്നില്ലേ, പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ആ രീതിക്കുള്ളവരൊക്കെയാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത്. ഒരു ഇല്ലാണ്ട് അയാൾ ചെയ്ത് തെറ്റാന്നുണ്ടെങ്കിൽ അയാളൊന്നും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. മീൻസ് അയാൾ തെറ്റ് ചെയ്തൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. കാരണം എന്താണെന്ന് പറയുക, പെൺകുട്ടി റിയാക്ട് ചെയ്തതിനൊന്നും തെറ്റ് പറയണ്ട, കാരണം ഓരോ മനുഷ്യന്മാരുടെ ഓരോ റിയാക്ഷൻ്റെ ഇതാണ് നോക്കാം. പക്ഷെ പെൺകുട്ടി റിയാക്ട് ചെയ്തത് തെറ്റിനെതിരെ ആവണമായിരുന്നു. അയാൾ ജസ്റ്റ് ബസ്സിൽ, ഒരുപാട് റഷുള്ള ഒരു ബസ്സിൽ കടന്നു പോകുമ്പോൾ അയാളെ കൈ ഒരാളെ മേലെ തട്ടി, ഒരു വേണ്ടാത്ത സ്ഥലത്ത് തട്ടി എന്ന് പറഞ്ഞിട്ടല്ല. അയാൾ കയറി ഇനി കൈ പിടിക്കുകയും വേണ്ടാത്ത സ്ഥലത്ത് ടച്ച് ചെയ്ത്, ടച്ചിങ് അല്ല, നന്നായിട്ട് മോശമായ രീതിയിൽ പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ റിയാക്ട് ചെയ്തതിന് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. എല്ലാവരും അവൾക്കെതിരെ സപ്പോർട്ട് നിൽക്കുന്നു. ഇതിപ്പം അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ്. കാരണം വീഡിയോസിൽ കാണുന്ന അറിവേ നമുക്കുള്ളൂ, ഓൾറെഡി ഒന്നും അറിഞ്ഞ് പറയല്ല. എന്നിരുന്നാലും വീഡിയോസിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ പെൺകുട്ടി ചെയ്തതിനകത്താണ് ഇതുള്ളത്. ഒരു പെണ്ണായിരുന്ന ഞാൻ പോലും അവർക്കെതിരെ പറയണമെന്നുണ്ടെങ്കിൽ, തെറ്റ് കണ്ട അത്രയും പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ അവർക്കെതിരെ പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർ ചെയ്തിട്ട് അതിന് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പെൺകുട്ടികളുടെ ആ ഒരു റിയാക്ഷൻ മെന്റാലിറ്റി നല്ലത് തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ വേണ്ടതിന് പ്രതികരിക്കാതെ വേണ്ടാത്ത ചെറിയ കാര്യങ്ങളിൽ പ്രതികരിച്ച് ഓവറാക്കിയിട്ട് കാര്യമില്ല. ഇത് കേവലം റീച്ചിനും പബ്ലിസിറ്റിയും വേണ്ടിയിട്ട് എല്ലാവരെയും പോലെ അന്ന് പ്രതികരിച്ച നല്ല കുട്ടി എന്നുള്ള രീതിക്ക് ഒരു ബഹുമതി കിട്ടുമെന്ന് എഴുതിയിട്ടായിരിക്കും. പക്ഷെ ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ലൈഫും വേണ്ട വെച്ചിട്ട് അയാൾ അത് തെറ്റിദ്ധരിക്കപ്പെട്ടോണ്ടാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യില്ല. പ്രതികരിക്കുന്നത് നല്ലതായിരുന്നു തന്നെ, ഇല്ലാന്ന് പറയുന്നില്ല. പ്രതികരിക്കണം, പെൺകുട്ടികൾ പ്രതികരിക്കണം. പക്ഷെ പ്രതികരിക്കുമ്പോൾ തെറ്റ് ചെയ്തതിനെ പ്രതികരിക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പ്രതികരിക്കരുത്. ഓക്കെ.